ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഭാഗവത നവാഹയജ്ഞത്തിന്റെ 6-ാം ദിവസത്തെ പാരായണം മുഴുവൻ നമ്മൾ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ചു. ഇനി അവസാനത്തെ പ്രഭാഷണം നമുക്ക് പറഞ്ഞു തരുന്നത് കമലാ മോഹൻദാസ് അമ്മ. നമ്മളുടെ ഭാഗവത കുടുംബത്തിന്റെ സത്സംഗങ്ങളും ഒക്കെയുള്ള സമയത്ത് അതുപോലെ തന്നെ പണ്ട് ഉപാസനയ്ക്കൊക്കെ കൂടിയിട്ടുള്ള ആളാണ്. എല്ലാവിധ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദം മുഴുവൻ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം ഗുരുമേനി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഭാഗവതം ഇത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ച ഭാഗവതഹംസം വള്ളിയൂർ തിരുമേനിയുടെ പാദങ്ങളിലും നമസ്കരിക്കുന്നു. പിന്നെ എൻ്റെ ഗുരുനാഥ, എന്നെ ഭാഗവതത്തിലേക്ക് കൈപിടിച്ച് ചേച്ചി എൻ്റെ ഗുരുനാഥ രാധമ്മ ചേച്ചി മറക്കാനാവില്ല. അവരെ നമസ്കരിക്കുന്നു തീർച്ചയായിട്ടും. ഇന്ന് എൻ്റെ കൂടെ ഇല്ല എങ്കിലും അതുപോലെ ഇങ്ങനെ ഒരു അവസരം തന്ന മനത്തിരുമേനിയും പാദ നമസ്കാരം. എല്ലാവർക്കും, സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രഭാഷണമൊന്നും വലിയ പരിചയമില്ല. അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിഘ്നേശ്വരനും വാണിമാതാവും തോന്നിക്കുന്ന രീതിയിൽ പറയാന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, പൊറുക്കുക. ഭാഗവതത്തിലെ രാസക്രീഡയാണ് ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. സാധാരണക്കാരിൽ വളരെയേറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് രാസക്രീഡ. നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ട് കളിയാക്കിയൊക്കെ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ ശ്രീകൃഷ്ണൻ പെണ്ണുങ്ങളോട് കൂടിയിട്ട് രാസക്രീഡ ചെയ്തിരുന്ന ആളല്ലേ, അങ്ങനെ ഒരു ചീത്തപ്പേരാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ ഭാഗവതം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, ഒരു കൗമാരപ്രായം പോലും എത്തിയിട്ടില്ലാത്ത ഒരു കുട്ടിയെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഇത്രത്തോളം സ്ത്രീകളുടെ പേരും പറഞ്ഞ് ചീത്തപ്പേര് പറയുന്നത് അത് ആ ആത്മാ പരമാത്മാ തമ്മിലുള്ള ബന്ധമാണെന്നുള്ളത് ഭാഗവതം കയ്യിൽ കിട്ടിയവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്ന രീതിയിലേക്ക് അത് പോകണ്ട. നമ്മൾ ആ ഒരു ജീവാത്മാ പരമാത്മാ ബന്ധമായിട്ട് തന്നെ രാസക്രീഡയെ എടുക്കാം എന്നുള്ളതാണ് തോന്നുന്നത്. എന്നാൽ ഒരു ശാരീരികമായിട്ടുള്ള കളികളും അല്ലല്ലോ ഇത്. വൃന്ദാവനത്തിലൊരു പുല്ലായിട്ട് ജനിച്ചാലെങ്കിലും അതുപോലും പുണ്യം എന്നുള്ളതാണ് പറയുന്നത്. വൃന്ദാവനത്തിലെ മൺതരിയായാലും പുല്ലായാലും അതുപോലെ ഒരു പുണ്യം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കൃഷ്ണകാലത്ത് ജീവിച്ചിരുന്ന ഗോപികമാർ എത്രത്തോളം പുണ്യം ചെയ്തിട്ടുള്ള മഹാത്മാക്കളായിരിക്കും അവർ. അല്ലെങ്കിൽ കൃഷ്ണന്റെ കൂടെ ഉണ്ടും ഉറങ്ങിയും കളിച്ചും ചിരിച്ചും ഒക്കെ ജീവിക്കുക എന്നുള്ളത് അത്രത്തോളം ഭാഗ്യം ചെയ്ത ജന്മങ്ങൾക്കല്ലേ പറ്റുള്ളൂ. നമ്മളൊക്കെ അത് ആലോചിച്ച് നമുക്കിങ്ങനെ ഒന്ന് വൃന്ദാവനത്തിൽ പോയാലെങ്കിലും മതിയെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും. അപ്പൊ അവരൊക്കെ എത്ര പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. എത്രയായാലും നമ്മളത് കേട്ട് സന്തോഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ എത്രയൊക്കെ ആയാലും, എത്ര അവരോടുള്ള സ്നേഹം ഉണ്ടെങ്കിലും, എത്രയെല്ലാം അവരുടെ കൂടെയുള്ളവരാണെങ്കിലും ഭഗവാന് തോന്നി ഇവരും കുറച്ചൊരു അഹങ്കാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു മായയിൽ ഇവർ പെട്ടുപോയോ. എന്നാൽ ഇവരെ മായയിൽ നിന്ന് രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ. കാരണം എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഗോപിമാര്. വൃന്ദാവനത്തിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവരല്ലേ. അവരെ ആ മായയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ഭഗവാന്റെ ഒരു കടമയും കൂടി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഒരു നടത്തുന്ന ഒരു കാര്യമായിട്ടും കൂടി നമുക്കിതിനെ കാണാം. യമുനാതീരത്തില് ഭഗവാന്റെ വേണുഗാനം ശ്രവിച്ചിട്ട് ഓരോ ഗോപികമാരും ഓടി വരുന്നതായിട്ടാണ് തുടക്കം നമ്മൾ പറയുന്നത്. ഇപ്പൊ തന്നെ തിരുമേനി ഇപ്പോൾ ഒരു പാട്ട് പാടിയിരുന്നു, ലാസ്യഭാവമൊടു കേളിയാടുവതിനായി വന്നു യമുനാതട എന്നൊരു വരി. അതില് പെട്ടെന്ന് ഒരു വരിയെ കിട്ടിയുള്ളൂ. പക്ഷെ എങ്കിലും അത് ആ ഒരു പെട്ടെന്ന് അതൊന്ന് ഹൃദയത്തിനെ സ്പർശിച്ചു. അതാണല്ലോ പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അവരോട് ഭഗവാൻ ചോദിക്കുകയാണ്, അങ്ങനെ വന്നിരിക്കുന്ന ഗോപികമാരോട് ഭഗവാൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങളെല്ലാവരും ഈ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ? ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിലാണ് ഭഗവാന്റെ ചോദ്യം. എന്താ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോന്നത്? നിങ്ങളുടെ വീട്ടിലെ ആളുകളില്ലേ? നിങ്ങളെ അന്വേഷിക്കില്ലേ ഓരോ വർത്തമാനം? കാരണം അവര്
ഓരോരുത്തരും കാർത്യായനി വ്രതം എല്ലാം നോറ്റ് നന്ദഗോപസുതൻ എൻ്റെ പതിയായിട്ട് വരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്നവരാണ് ഓരോരുത്തരും. അപ്പോൾ ഓരോരുത്തരുടെയും വിചാരം എൻ്റെ വീട്ടിൽ ആ ബന്ധങ്ങളൊക്കെ അവർക്ക് വിടുന്ന ഒരു അവസ്ഥയായി. വീട്ടിലെ ഭർത്താവ് മക്കളെന്നുള്ള ചിന്തയോ കുടുംബം വീടെന്നുള്ള ചിന്തയോ വിട്ട് ഈ പരമാത്മാവിലേക്ക് ചേരുക എന്നുള്ള രീതിയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ എല്ലാവരും കൂടി യമുനാതീരത്തിലിരിക്കുന്ന സമയത്ത് ഭഗവാനോട് അങ്ങനെ ഓരോരോ വിനോദങ്ങൾ പറഞ്ഞും എല്ലാം അവർ ഇരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർക്കും തോന്നി തുടങ്ങി, ഞാൻ വലിയ സുന്ദരിയായിട്ടായിരിക്കും, എന്നോട് ഭഗവാന് വലിയ കാര്യമാണ്, എന്നിൽ ആകൃഷ്ടനാണ് ഭഗവാൻ. അങ്ങനെ ഓരോരുത്തർക്ക് തോന്നി തുടങ്ങിയപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇവരെ എൻ്റെ കടമയാണല്ലോ ഇവരെ ഈ മായെന്ന് രക്ഷിക്കുക എന്നുള്ളത്. ഇവരെല്ലാവരും എൻ്റെ തന്നെ ആൾക്കാരാണ്. ഞാൻ വിട്ടാൽ ഇവർക്ക് ആരുമില്ല. ഇത്രത്തോളം പുണ്യം ചെയ്ത ആത്മാക്കളാണ് അവരെ രക്ഷിക്കേണ്ടതും എൻ്റെ കടമ തന്നെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് മറിയാണ്. പക്ഷെ ഭഗവാൻ മറിഞ്ഞതോടുകൂടി ഇവരുടെ ആ അഹങ്കാരവും ഭാവങ്ങളും എല്ലാം മാറി കൃഷ്ണൻ എവിടെ എന്നുള്ള ഒരു ചിന്തയിലേക്കായി എല്ലാവരും. എല്ലാ ഗോപികമാരുടെയും ചിന്ത പിന്നെ കൃഷ്ണനെ കാണുന്നില്ലല്ലോ എന്നുള്ള അത് അഹങ്കാരം എല്ലാം നശിച്ചിട്ട് ഒന്ന് കൃഷ്ണനെ കണ്ടാൽ മതി, കൃഷ്ണനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിലേക്ക് എത്തി ഓരോരുത്തരും. അങ്ങനെ ഒരു ശരീരബോധം ഇല്ലാതെ അവർ വൃന്ദാവനത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാ ഗോപികമാരും കൂടി ഭഗവാനെ അന്വേഷിച്ച് വൃന്ദാവനത്തിലെ ഓരോ മനുഷ്യരെ ഒന്നും കാണാനില്ലാതിരുന്നിട്ടായിരിക്കും മൃഗങ്ങളോടും പക്ഷികളോടും മൃഗങ്ങളോടും വള്ളികളോടും എല്ലാം ഇങ്ങനെ അവർ ചോദിക്കുകയാണ്, എവിടെയാണ് കൃഷ്ണനെ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ കൃഷ്ണനെ? അപ്പോ ഇങ്ങനെ പെട്ടെന്നൊരു ഗോപികമാക്ക് ഒരു പൊന്നശോകം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ, ആ നിറയെ പൂക്കളുമായിട്ടുള്ള ആ പൊന്നശോകം കണ്ടപ്പോൾ അവർക്ക് തോന്നാണ്, ഭഗവാൻ ഇതിലേ പോയി കാണും, കൃഷ്ണൻ ഇതിലേ പോയി കാണും, അതുകൊണ്ടാണല്ലോ ഇത്ര മനോഹരമായിട്ട് ഈ പൊന്നശോകം പൂത്തത്. അവളിങ്ങനെ ചോദിക്കുന്നു, നീ വഴി വന്നുവോ എന്നോ പൊന്നശോകമേ ചൊല്ലു നീ, കയ്യിലോടക്കുഴലുമായെൻ്റെ കണ്ണനീ വഴി വന്നു. അപ്പോഴാണ് വേറൊരു ഗോപിക്ക് കാണുന്നത് നിറയെ പൂത്തു നിൽക്കുന്ന ഒരു ചെമ്പകം. അപ്പോൾ ഒരു കാട്ടുചെമ്പകം, അങ്ങനെ ആ കാട്ടുചെമ്പകം ഒരു യമുനാതീരത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഗോപി ചോദിക്കാൻ, കാട്ടുചെമ്പകപ്പൂവേ നീയൊന്നു കാട്ടുമോ എൻ്റെ കണ്ണനെ? അങ്ങനെ താമരയൊന്നു ചൊല്ലുമോ എൻ്റെ പ്രേമചന്ദ്രനെ കണ്ടുവോ? ഇങ്ങനെ വീണ്ടും നടന്ന് യമുനാതീരത്ത് അങ്ങനെ ചുറ്റി നടന്ന് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഒരു കുയിൽ കൂകുന്ന ശബ്ദം കേട്ടിട്ട്. അപ്പൊ അതിലും അവർക്ക് തോന്നുകയാണ്, ഈ കുയിൽ ഇത്ര മനോഹരമായിട്ട് കൂവണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ കൃഷ്ണനെ തീർച്ചയായിട്ടും കണ്ടു കാണും, കൃഷ്ണൻ ഇതിലേ പോകുന്ന കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഇത്ര മനോഹരമായിട്ട് കൂവാനാവില്ലല്ലോ. അപ്പൊ അതിനോട് ചോദിക്കുകയാണ്, മാന്തളിർ തിന്നു കൂകുമോ മലേ പൂങ്കുയിലേ നീ കണ്ടുപോ, പാഞ്ഞൊഴുകുന്ന നിമ്നകേ എൻ്റെ പ്രാണനാഥനെ കണ്ടു. ഇങ്ങനെ ഓരോ വള്ളികളോടും മരങ്ങളോടും ചോദിച്ച് അവർക്ക് സങ്കടം സഹിക്കാനാവാതെ ഓരോരുത്തരെങ്ങനെ കരഞ്ഞ് ചോദിച്ചു. ക്രമേണ അവര് കൃഷ്ണനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അവർ പറയാണ്, ഇനി ഞാൻ തന്നെ കൃഷ്ണനായി മാറി എന്നുള്ള രീതിയിൽ ഓരോരുത്തരും കൃഷ്ണലീലകൾ അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. പൂതനാമോക്ഷം, പൂതനയെ കൊന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു ഗോപിക മറ്റൊരുത്തിയോട് കാണിച്ചു കൊടുക്കുന്നു, ഇങ്ങനെയാണ് പൂതനയെ കൊന്നത്. അതുപോലെ തൃണാവർത്തനെ കൊന്നത് ഇങ്ങനെയാണ്, പിന്നെ യശോദാമ്മയുടെ തൈര് കുടമടച്ചത് ഇങ്ങനെയാണ്, വെണ്ണ കട്ടുകൊണ്ട് പോയി ഉറിയിൽ കയറി ഞാൻ വെണ്ണ കട്ടുകൊണ്ട് പോയത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഭഗവാന്റെ ഓരോ ലീലകൾ പരസ്പരം അവർ അഭിനയിച്ച് കാണിക്കുകയാണ്. അതായത് അത്രത്തോളം അവർ ഭഗവാനായി മാറി എന്നുള്ള, അത്രത്തോളം അവരിൽ ആ വിരഹവേദന ഭഗവാനുമായിട്ട് താരതമ്യം പെടുകയാണ് ചെയ്യുന്നത് അവര്. ഇങ്ങനെ ചിലർക്ക് തോന്നി തുടങ്ങി, ഇനി ഒരുപക്ഷെ നമ്മളെക്കാളും പ്രിയപ്പെട്ടതായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കോ, നമ്മളെ വിട്ടിട്ട് പോയി അവളുടെ കൂടെ ആയിരിക്കോ ഇനി എന്നും പറഞ്ഞ് അങ്ങനെ അവര് നോക്കി നടക്കുന്ന സമയത്ത് ഒരു ഗോപിക ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് പോകണേ, ഹേ ഭഗവാനെ പ്രാണവല്ലഭ, നീ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോഴുള്ള വിരഹവേദന പോലും ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. എന്നിട്ട് ഇങ്ങനെ അപ്പോഴെല്ലാം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന്. അങ്ങനെയുള്ള ഞങ്ങളെ വിട്ടിട്ട് നീ വേറെ ആരുടെയെങ്കിലും കൂടെ പോയി കാണുമോ എന്നെങ്ങനെ? അങ്ങനെ ഈ എല്ലാ ബന്ധങ്ങളും വിട്ട് നിന്നോട് ചേരാൻ വന്ന ഞങ്ങളെ വിട്ടിട്ട് നീ എവിടെ പോയി എന്ന് ചോദിച്ചിരിക്കുമ്പോഴാണ് ഒരു രാധിക ഒറ്റയ്ക്ക് അവിടെ ഇരിക്കും, ഒരു ഗോപിക അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടിട്ട്. അപ്പൊ അവർ ചോദിക്കണം, ഓ രാധിക നീയും കണ്ടില്ലേ കൃഷ്ണനെ? ഞങ്ങളെല്ലാവരും വിചാരിച്ചു നിന്റെ കൂടെ പോയി കാണാതിരിക്കും കൃഷ്ണൻ, അപ്പൊ നീയും കണ്ടില്ലേ കൃഷ്ണനെ എന്ന് ചോദിച്ചിട്ട് വീണ്ടും രാധികയോടും കൂടി അവരെല്ലാവരും കൂടി വീണ്ടും വീണ്ടും നടന്ന് വൃന്ദാവനത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഭഗവാനെ അന്വേഷിക്കുന്ന സമയത്ത് അങ്ങനെ കരഞ്ഞു കരഞ്ഞ് അവശരായപ്പോഴാണ് അവർക്ക് പിന്നിൽ നിന്നാരോ പൊത്തി രാധ തൻ കണ്ണുകൾ കരവല്ലിയാൽ കൂന്തലിൽ പീലി കുത്തിയും മഞ്ഞ പൂന്തുകിൽ മെയ്യിൽ ചാർത്തിയും കാറ്റിലാടും കുറുനിര കയ്യാലേറ്റി നിഷ്പന്ദമാക്കിയും വേർപ്പണി കുളിർ നെറ്റിയിൽ തങ്കച്ചോപ്പെഴും ഗോപി ചാർത്തിയും. അങ്ങനെ പെട്ടെന്നൊരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്, മന്മഥനായിട്ട്. അങ്ങനെയാണ് ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നത്, താസാമാവിരഭൂത് ശൗരീ സ്മയമാന മുഖാംബുജ പീതാംബരധര സ്രഗ്വി സാക്ഷാത് മന്മഥ. മന്മഥനെ പോലും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമായിട്ട് ഭഗവാൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മഞ്ഞപ്പട്ടും ഓടക്കുഴലും എല്ലാം ധരിച്ച് തലയിൽ പീലി ചാർത്തി അങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് ഗോപികൾക്കൊരു പ്രാണൻ തിരിച്ചു കിട്ടിയ ഭാവത്തിലാണ് എല്ലാവരും. ഓരോരുത്തരും വിചാരിച്ചു, ഓ ഇപ്പൊ കൃഷ്ണൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ പ്രാണൻ പോയേനെ, എൻ്റെ ശരീരം ഇപ്പൊ നിശ്ചലമായേനെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് അവർക്ക് പെട്ടെന്ന് ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചവർക്ക് ഒരു കടൽ തന്നെ കിട്ടി എന്ന് പറഞ്ഞ പോലെയുള്ള സന്തോഷത്തിലായിപ്പോയി അവരെല്ലാവരും. ഓരോരുത്തരും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭഗവാന്റെ മേൽ കൈയെടുത്ത് വെക്കുന്നു, ഭഗവാന്റെ കൈ തോളത്തെടുത്ത് വെക്കുന്നു, അവര് കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു എന്നില്ല, എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർ ഭഗവാനോട് ചേരാനായിട്ട് ഇനി ഞങ്ങളെ വിട്ടു പോവല്ലേ എന്നുള്ള രീതിയിൽ അവർ ഭഗവാന്റെ അടുത്തേക്ക് നിറയ്ക്കുകയാണ്. കണ്ണുകളിൽ അങ്ങനെ ഭഗവാന്റെ രൂപം കണ്ണുകളിൽ നിറച്ചു വെക്കുകയാണ്. കണ്ണ് അടച്ചു പിടിച്ച് നീ ഈ രൂപം പോവല്ലേ എന്നുള്ള രീതിയിൽ ഓരോരുത്തരും നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ സർവാസ്ഥ കേശവാലോക പരമോത്സവ നിറുത ജഹുർവിരഹജം താപം പ്രാജ്ഞ പ്രാപ്യഥാജ്ഞത. അങ്ങനെ കേശവന്റെ ദർശനം അവരെ എല്ലാവരെയും വിരഹതാപത്തെ തീർത്ത് സന്താപങ്ങളും താപത്രയങ്ങളും എല്ലാം ഇല്ലാതെയാക്കി മായയിൽ നിന്ന് അവരെ മോചിതരാക്കി ഭഗവാൻ. പിന്നെ വീണ്ടും എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് കാളിന്തി പുളിനത്തിൽ ക്രീഡയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. അവർ പറയുന്നു, തദ്ദർശനാഹ്ലാദ വിധൂത ഹൃദ്രുജോ മനോരഥാർത്ഥം ശ്രുതയോ യഥായോ സ്വൈരുത്തരീയൈ കുങ്കുമാങ്കിതൈർ അചീക്ലപന്നാസനമാത്മബന്ധവേ എന്ന് പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ ഉത്തരീയങ്ങളെല്ലാം വിരിച്ച് ഭഗവാനുമായിട്ട് യമുനാതീരത്തിൽ വീണ്ടും ഇരുന്ന് സങ്കടങ്ങളെല്ലാം തീർത്ത് വീണ്ടും ഭഗവാനെ വിട്ടു പോവല്ലേ എന്നുള്ള രീതിയിൽ ഓരോരുത്തരും അങ്ങനെ കൂടി നിന്ന് ഭഗവാനോട് കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ എന്നിട്ടും അവർക്ക് വീണ്ടും സംശയം മാറിയിട്ടില്ല. അപ്പൊ വീണ്ടും അവർ ചോദിക്കുകയാണ്, ഭഗവാനെ നീ എന്നാലും ഞങ്ങളെ എന്താ ഇങ്ങനെ വിട്ടുപോയത്? ഇത്രത്തോളം സ്നേഹം ഞങ്ങൾക്ക് നിന്നോടുണ്ടല്ലോ, അപ്പൊ നീ എന്തുകൊണ്ട് ഞങ്ങളെ വിട്ടുപോയി? അപ്പോ ഭഗവാൻ അവരോട് പറയാണ്, ഞാൻ നിങ്ങളെ വിട്ടുപോയില്ല, ഞാൻ നിങ്ങളെ കുറച്ചു നേരം മാറി നിന്നതേ ഉള്ളൂ, നിങ്ങളെ വിട്ടുപോകാൻ എനിക്കാവില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊരു ഗർവ് വന്നോ എന്നൊരു സംശയം എനിക്ക് തോന്നി. നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം ആൾക്കാരാണ്, നിങ്ങൾക്ക് അങ്ങനെ ഗർവ് വരാൻ പാടില്ലല്ലോ. നിങ്ങൾ വേറൊരു വഴിയിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് ആ ഗർവ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ കുറച്ചു നേരം ഒന്ന് മാറി നിന്നിരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഗോപിമാര് ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ ഓരോരുത്തരോട് പറയുന്നു, പലരും ഉപകാരം ചെയ്യുന്നവരെ മാത്രം തിരിച്ച് സ്നേഹിക്കുന്നു, ചിലർ ഉപകാരം ചെയ്താലും സ്നേഹിക്കുന്നില്ല. പക്ഷേ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ സ്നേഹിക്കുന്നത് ഒരു മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിക്കുന്നത് പോലെ
പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ടല്ലാത്ത രീതിയിൽ അങ്ങനെ സ്നേഹിക്കുന്നതാണ് എനിക്ക് നിങ്ങളെ എനിക്ക് വിട്ടുപോകാനാവില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവരെ ഓരോരുത്തരെയും സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാനോടൊത്ത് ഓരോരുത്തരും വീണ്ടും ആനന്ദ നൃത്തം ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും തോന്നി എൻ്റെ കൂടെയാണ് ഭഗവാൻ, എൻ്റെ കൂടെയാണ് ഭഗവാൻ. അങ്ങനെ ഒരു നൃത്തം തുടങ്ങിയ സമയത്ത് ഓരോരുത്തർക്കും തോന്നുകയാണ് അങ്കനാമങ്കനാമന്തരേ മാധവ മാധവം മാധവം ചാന്തരേണങ്കന എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും തോന്നുകയാണ് എൻ്റെ കൂടെ തന്നെയുണ്ട് കൃഷ്ണൻ, എൻ്റെ കൂടെ തന്നെയുണ്ട് കൃഷ്ണൻ. അങ്ങനെ ഒരു നൃത്തം തുടങ്ങി. ഇത് കേവലം ശാരീരികമായിട്ടുള്ള പ്രേമപാരവശ്യമല്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഭഗവാന്റെ നൃത്തം കാണാൻ വേണ്ടിയിട്ട് ആകാശലോകത്ത് സിദ്ധഗന്ധർവന്മാരും ദേവന്മാരും എന്തിന് ഭഗവാൻ പരമേശ്വരനും പാർവതീദേവിയും വരെ വന്ന് നിന്നു എന്നാണല്ലോ പറയുന്നത്. ആ മനോഹരമായിട്ടുള്ള രാസക്രീഡ കാണാൻ വേണ്ടിയിട്ട് ശ്രീ പാർവതിയും പരമേശ്വരനും കൂടി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്ന കാര്യം ഇങ്ങനെയുള്ള ഭഗവാൻ പോലും ശ്രീ പരമേശ്വരൻ പോലും കാണാൻ വരുന്ന രാസക്രീഡ എന്ന് പറയുന്ന വെറും ഒരു ശാരീരികമായിട്ടുള്ള നൃത്തം എന്നുള്ളതല്ല. ഭഗവാനിൽ ആ പരമാത്മാവിലേക്ക് ചേരാനുള്ള ജീവാത്മാക്കളുടെ ത്വരയാണ് അവിടെ എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാം. സൂര്യനിൽ നിന്ന് എങ്ങനെയാണോ ഊർജം സ്വീകരിച്ച് ചെടികളെല്ലാം സ്വീകരിക്കുന്നത്, അതുപോലെ ഓരോ ഗോപികമാരും ഭഗവാനിൽ നിന്ന് ഇങ്ങനെ ഊർജം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ ഭട്ടതിരിപ്പാടിനെ മറക്കാനാവില്ലല്ലോ. ഭട്ടതിരിപ്പാടിന്റെ നാരായണീയം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. എപ്പോഴും ഗുരുവായൂരമ്പലത്തിൽ ചെന്നാലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും എപ്പോഴും വായിലും മനസ്സിലും തത്തിക്കളിക്കുന്ന വരികളാണ്. കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതം അംഗരാഗഘനസൗരഭം പീതചേലധൃത കാഞ്ചിതം ഉദഞ്ജതം സുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഹി രൂപമീശ കലയാമഹേ. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമസ്കാരം തിരുമേനി. ഹരി ഓം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാത്രിയിലെ വേണ്ട പോലെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്കിവിടെ വേണ്ട പോലെ പറഞ്ഞു തന്നു. ഇവിടെ സത്യത്തില് രാസം എന്നുള്ളത് രസോവൈ സഹ, അല്ലെ? അവനെ അറിയുക. സഹ, അവനെ അറിയലാണ് യഥാർത്ഥത്തിലെ രാസം പറയുന്നത്. അപ്പം ഓരോ ഗോപികമാരും അവര് പ്രാർത്ഥിച്ചത് തന്നെയാണ്. അല്ലേ തന്നെ മനസ്സിലാക്കിയാൽ പോരെ. കാർത്തിയാനുകൂലി എന്തിനാ 50 പേര് അല്ലെങ്കിൽ 500 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുക എനിക്ക് ഭർത്താവായിട്ട് കിട്ടണേന്ന്? അത് തന്നെ എത്ര ഒരു വിരോധാഭാസ. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമോ? 2 പേര് പറ്റുമോ? അപ്പം അതൊന്നും അല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും നമ്മളോട് ചോദിച്ചു ഞാൻ തീർച്ചയായിട്ടും ശരിക്കൊന്നുമില്ല അവിടെ സംഭവിക്കുന്നില്ല. രുക്മിണി സ്വയംവരം പോലെ തന്നെയുള്ളൂ. രുക്മിണി സ്വയംവരം നമ്മളിങ്ങനെ കല്യാണമായിട്ടൊക്കെ ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് അവിടെ? ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാമത്തെ. കേട്ട് 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 ഭഗവാനെ സ്വന്തമാക്കിയ ആളാണ് രുക്മിണി. വെച്ചാൽ എന്താണ്? ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എത്തുക. അതാണ്. പിന്നെ ഏറ്റവും അതിനകത്ത് അധ്യായം 32 തോന്നുന്നു അല്ലേ? അതെ, 32 ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു ഭാവം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഭഗവാൻ പറയുന്നത് ഉപകാരം ചെയ്താലും എന്താണ് സ്നേഹിക്കും, ഉപകാരം ചെയ്തില്ലെങ്കിലും സ്നേഹിക്കും എന്നുള്ള ആ ഒരു ഭാഗം ശരിക്കും അല്ലെ, അച്ഛനമ്മമാര് മക്കളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെയാണ് എന്നുള്ളൊരു രീതി കാണിച്ചിരുന്നത്. വളരെയധികം എന്തായാലും നല്ല ഒരു രീതിയിൽ അത് ചുരുങ്ങിയ വാക്കുകളിലൂടെ വ്യക്തമാക്കി തന്നു നമുക്കത്. എന്തായാലും അമ്മയ്ക്ക് ഇനിയും സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാവട്ടെ, സത്സംഗങ്ങൾ ധാരാളം പങ്കെടുക്കാൻ സാധിക്കട്ടെ, ഭാഗവതത്തെ കൂടുതൽ അല്ലെ അറിയാനും കൂടുതൽ വായിക്കാനും ഒക്കെ ഗുരുവായൂരപ്പൻ ആയുരാരോഗ്യം കൊടുക്കട്ടെ. ആയുസ് മാത്രം പോരാ, ആരോഗ്യവും കൂടെ കൊടുക്കണം അല്ലേ? ആയുരാരോഗ്യം കൊടുത്ത്
ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഭാഗവത കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം.